നമസ്കാരം. മുസ്ലിം സ്ത്രീ എന്ത് ധരിക്കണം, അവൾ എന്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ അവൾ എങ്ങനെ സഞ്ചരിക്കണം, ഇതൊക്കെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും ഇതാണ് എന്നാണ് ചില വീഡിയോകൾ കാണുമ്പോൾ, ചില ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. വളരെ വിശദമായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് കാണണം, നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതണം. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് മനസ്സിലാക്കി നോക്കിയപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊക്കെ ചില അസുഖങ്ങളുടെ കുഴപ്പമാണ് എന്നെനിക്ക് തോന്നിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജൻ സ്കറിയ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അരുണിമയുടെ പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ക്ലാരിഫിക്കേഷൻ ഇവിടെ ആവശ്യമുണ്ട്. തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ശരിയായ ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വീഡിയോ തുടർന്ന് നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എഴുതുന്നത് ഇങ്ങനെയാണ്, അരുണിമ എഴുതുന്നത് എങ്ങനെയാണ്: ഞാൻ ഒറ്റയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ കയറി. സാധാരണ ഞാൻ ധരിക്കാറുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഞാൻ എമിഗ്രേഷൻ ഓഫീസിൽ എത്തിയത്. അപ്പോൾ തന്നെ അവർ എന്നോട് ചോദിച്ചു, ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഡ്രസ്സ് ഇല്ലേ എന്ന്. ഇവിടെ മുതൽ നമുക്ക് തുടങ്ങാം. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഡ്രസ് കോഡുണ്ട്. അത് അവരുടെ ഡ്രസ് കോഡ് മാത്രമല്ല, വരുന്നവർക്കും അത് പാലിക്കണമെന്നാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കണ്ണ് മാത്രം പുറത്ത് കാണുന്ന ഡ്രസ്സ് അല്ലത്. ഇത് കേട്ടാൽ തോന്നും അതങ്ങനെയാണ് എന്ന്. അതായത് ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഇല്ലേ എന്നാണ് അരുണിമ ചോദിക്കുന്നത്. അത് ശുദ്ധമായ നുണയാണ് എന്ന്, ആ വിധത്തിൽ ചോദിച്ചത് നുണയാണ് എന്നതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി ഞാൻ പറയാം. അതിന് മറ്റൊരു ചാനലിലൂടെ നിങ്ങൾ സന്ദർശിക്കേണ്ടി വരും. അരുണിമയുടെ ചാനൽ മാത്രമല്ല, ഹിച്ചക്കിൻ ഒമാദ് മാഹിൻ്റെ ചാനലിലൂടെ നിങ്ങൾ ഒന്ന് സന്ദർശിക്കേണ്ടി വരും. ഇനി കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കയറാൻ സാധിക്കില്ല എന്ന്. അതായത് ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഡ്രസ്സ് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കയറാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു ബാഗിലുണ്ട്, ഞാനിപ്പോൾ ഇട്ടിട്ട് വരാം. അതായത് അഫ്ഗാനിസ്ഥാനിലെ റൂൾ അറിയാം, അതുകൊണ്ടാണല്ലോ ബാഗിലുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീ ശരീരവും എന്നല്ല, പുരുഷ ശരീരവും ഒക്കെ മറച്ചുകൊണ്ട് മാത്രമേ അവിടെ നടക്കാൻ പറ്റൂ. അവർക്ക് ഡ്രസ് കോഡുണ്ട്. അത് ഇസ്ലാം ആയതുകൊണ്ടല്ല. പല ഇസ്ലാം രാജ്യങ്ങൾ, പല മുസ്ലിം രാജ്യങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് പലരും നടക്കുന്നില്ലേ? അവിടെ ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ഇത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അഫ്ഗാനിസ്ഥാനെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് ചൊറിയേണ്ട ആവശ്യമില്ല. അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടവും അവിടുത്തെ ജനങ്ങളും മറ്റൊരു വിഷയമാണ്. പക്ഷേ അഫ്ഗാനും ഇന്ത്യയും തമ്മിൽ എടുക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാകേണ്ട കാര്യമില്ല. കാരണം അവർ പാകിസ്ഥാൻ്റെ ശത്രുരാജ്യമാണ്. ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ഇന്ത്യയോട് സ്നേഹമുള്ള, ഇന്ത്യക്കാർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന, ഏത് രീതിയിലും സഹായിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാൻ. ആ രാജ്യത്തെ ഒരു മുസ്ലിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം രാജ്യമായതുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സുഖം അനുഭവിച്ചുകൊണ്ടിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് ഈ അരുണിമയടക്കം ആ ചൊറിച്ചിലിട്ടുകൊണ്ട് ഒന്ന് റീച്ച് കൂട്ടാൻ തോന്നിയാണ് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ ജനങ്ങൾക്കൊരു ഡ്രസ് കോഡ് ഉണ്ട് എന്നത് അറിഞ്ഞിട്ടും, അതിൽ സ്ത്രീകളുടെ ഡ്രസ് കോഡ് ഏതാണ് എന്ന് മനസ്സിലാക്കിയ ഡ്രസ് കരുതിയിട്ടും, എന്നിട്ട് മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇത് നുണയമാകാം, പച്ച നുണയമാകാം. ഏതായാലും ബാഗിലുണ്ട്, ഞാനിപ്പോൾ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറി കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുഖം കുറച്ചു മാത്രം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു എന്നാണ് പറയുന്നത്. കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിക്കണമെന്ന് താലിബാൻ എവിടെയും പറയുന്നില്ല. അതിന് നിങ്ങൾ മറ്റൊരു ചാനൽ കൂടി ഒന്ന് പോകണം. അതായത് ഹിച്ചക്കിൻ ഒമാദ് മാഹിൻ്റെ സുഹൃത്ത് സായി എന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയും ഈ അഫ്ഗാനിസ്ഥാനിൽ മാഹിനൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. ആ സായിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് രാവിലെ കൂടി കണ്ടതാണ്. അതായത് മുഖം ഇത്രയാണ് അവർ കാണിക്കുന്നത്, ഫേസ് മുഴുവൻ കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത്, അല്ലാതെ കണ്ണ് മാത്രം കാണിക്കണമെന്നല്ല. ഈ സായിയുടെ ഡ്രസ് കോഡ് നമ്മൾ കാണുമ്പോൾ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രമാണ്, പക്ഷേ മുഖം നന്നായിട്ട് മുഴുവനായിട്ട് പുറത്ത് കാണുന്ന ഡ്രസ്സ് തന്നെയാണ്. നമ്മൾ ഇവിടെ സാധാരണ ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുന്ന വസ്ത്രം ഏതാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഒരു ഹിന്ദു സ്ത്രീ ധരിക്കുന്ന വസ്ത്രം ഏതാണ്, ആ വസ്ത്രം തന്നെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. അതിന് യാതൊരു തടസ്സമില്ല. അല്ലാതെ ഇവിടെ അരുണിമ പറയുന്നത് പോലെ കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എന്നല്ല. അവളങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ, അവൾ ധാരണയാവാം. ഏതായാലും അവർ എന്നോട് പറഞ്ഞു, ഒറ്റയ്ക്കൊരു പെൺകുട്ടിക്ക് അഫ്ഗാനിസ്ഥാനിൽ നിയമപ്രകാരം യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന്, ഗൈഡ് വേണമെന്ന്. ഗൈഡില്ലാതെ ഇവിടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു, ലോകത്തെ എല്ലാ രാജ്യവും ഒറ്റയ്ക്ക് കാണണമെന്ന ആഗ്രഹത്താലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്, എന്നെ അതിന് അനുവദിക്കുമോ എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്തെ നിയമം അനുസരിച്ച് വേണം അവിടെ സഞ്ചരിക്കാനെന്നാണ്. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ചല്ലേ സഞ്ചരിക്കാൻ പറ്റൂ? ഇന്ത്യയിൽ വന്ന് നിന്നുകൊണ്ട് ഇന്ത്യ തിന്നാനും ഇന്ത്യ ചൊറിയാനും നിൽക്കുന്ന പാകിസ്ഥാൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട്, സിന്ദാബാദും വിളിച്ചുകൊണ്ട് ഇവിടെ ഒരു ടൂറിസ്റ്റ് റോഡെ കൂടെ നിന്ന് നടക്കട്ടെ, കണ്ടാൽ ഞാനവനെ അറിയും. ഒരു സംശയം വേണ്ട. ഞാനെന്നല്ല, ഇവിടെ ആരും എടുത്തിട്ട് അലക്കും. നിയമമൊക്കെ പിന്നീടാണ്. നമ്മൾ സമ്മതിക്കുമോ? ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല. ഇവിടുത്തെ നിയമമൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് വരട്ടെ എന്ന് നമ്മൾ കാത്തു നിൽക്കൂല. അത് വിദേശ പൗരനാണോ അതൊന്നും നമ്മൾ നോക്കൂല. അതായത് ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന നമുക്ക് ഈ വികാരമാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് ഏത് തരത്തിലുള്ള വികാരമാണ് ഉണ്ടാകുകയെന്ന് ചിന്തിച്ചാൽ മതി.
ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വന്ന് ഒരാൾ ടൂറിസ്റ്റായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യ അനുവദിക്കുന്ന ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് തന്നെ യാത്ര ചെയ്യണം. അതേ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. അത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലും. അവർക്കും ചില ഡ്രസ് കോഡ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. ഏതായാലും അവൾ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചു എന്ന് ദയനീയമായി ഞാൻ ചോദിച്ചു എന്നാണ്. പിന്നെ ഒരു നിയമം, ഒരു രാജ്യത്തെ മുഴുവൻ നിയമവും അങ്ങ് മാറ്റിമറിക്കാൻ വേണ്ടി ദയനീയമായി ചോദിച്ചു എന്ന്. അങ്ങനെ 1 മണിക്കൂറോളം ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചു. അവസാനം ആ വ്യക്തി അത് സമ്മതിച്ചു. എന്നാലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടിയായി ജനിച്ചതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ കയറിയപ്പോൾ പെണ്ണിന് എന്താണ് വില എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. പെണ്ണിന് പുല്ലുവില പോലുമില്ല. അതേസമയം ആണുങ്ങൾക്ക് എന്തും ചെയ്യാം. ശരിക്ക് ആണിനും പെണ്ണിനും വേറെ നിയമം എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് അത് അനുഭവിച്ചു എന്ന്. പച്ച നുണയാണ് അവിടെ പറഞ്ഞത്. ഈ അരുണിമ അവിടെ പറഞ്ഞത് പച്ച നുണയാണ്. കാരണം അവിടെ ആണിനും പെണ്ണിനും ഡ്രസ് കോഡുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഹിച്ചക്കിൻ നൊമാദ് മാഹീൻ്റെ വീഡിയോ ഒന്ന് കാണണം. മാഹീൻ അവിടെ കുളത്തിൽ ചാടി കുളിക്കുന്ന സീനുണ്ട്. ഇവിടുത്തെ നിയമം നമുക്ക് പറയാമല്ലോ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കുപ്പായം ഇടാതെ ഈ ടീഷർട്ട് ഊരി കളഞ്ഞിട്ട് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ എനിക്ക് സംസാരിച്ച് വീഡിയോ ചെയ്തിടാൻ പറ്റും. ഒരു ഗൂഗിളും സെൻസർ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു പെണ്ണിന് അങ്ങനെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ പറ്റുമോ? എനിക്ക് ഷർട്ട് ഇടാതെ അങ്ങാടി പോകാം, പെണ്ണിനത് പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതും ഒരു പ്രശ്നമാകണ്ടേ? എന്താ ഇവിടെ പ്രശ്നമാകാത്തത്, അവിടെ പ്രശ്നമാകുന്നത്? അത്രയേ ഉള്ളൂ. അവിടെ ഈ മാഹീൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അവിടെ കുളത്തിൽ ചാടി കുളിക്കുമ്പോൾ ഈ കൂർത്ത, എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല, ഒരു അയഞ്ഞ കുപ്പായവും അതുപോലെ തന്നെ പാൻറ്റും എന്ന് പറയുമ്പോൾ ആ അയഞ്ഞ കൂർത്തയോ അങ്ങനെയല്ല എൻ്റെ പേര് പറയുന്നത്, അത് തന്നെ, അതിൻ്റെ പാൻറ്റ് ഇട്ടുകൊണ്ടാണ് അയാൾ കുളിക്കാനിറങ്ങുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ചാടുന്നത് പോലെ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ചാടുന്നത് പോലെ ട്രൗസറോ ഷഡ്ഡിയോ ഇട്ടുകൊണ്ട് ചാടാൻ പറ്റില്ല. അവിടെ ആ നീളത്തിലുള്ള പാൻറ്റ് ഇട്ടുകൊണ്ടാണ് എല്ലാവരും ചാടുന്നത്. അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, ആരായാലും ശരി. അവിടെ ഈ സ്ത്രീക്ക് ഡ്രസ് കോഡ് ഉള്ളതുപോലെ തന്നെ പുരുഷനുമുണ്ട്. അല്ലാതെ പുരുഷനും സ്ത്രീക്കും വേറെ അല്ല. പുരുഷന് അരയ്ക്ക് മേലെ ഡ്രസ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നതുകൊണ്ട് മാത്രം ഒരു ഇളവ് അവിടെ ഉണ്ട് കുളത്തിൽ ചാടി കുളിക്കാൻ വേണ്ടി. സ്ത്രീക്ക് അതുകൂടി വേണം, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ പോലെ, നമ്മുടെ നാട്ടിലെ പോലെ രണ്ടും കൂടെ ഇടകലർന്ന് പോകുന്നില്ല, അതിന് അനുവദിക്കുന്നില്ല. ഇപ്പോൾ അരുണിമയ്ക്ക് ഒരു പക്ഷേ അവിടെ ചെന്നിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ സുഹൃത്തുക്കളൊക്കെ എടുത്ത് പൊന്തിക്കുന്നതും അതുപോലെ തോളത്ത് കയറ്റുകൊണ്ട് നടക്കുന്നതും ഒരുമിച്ച് കുളത്തിൽ ചാടി കുളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല സൗഹൃദം ഉണ്ടാകാം, സ്നേഹബന്ധങ്ങളുണ്ടാകും. പക്ഷെ അതിവിടെ അനുവദിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഇവിടെ അനുവദിക്കുന്നില്ല. ഇവിടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് 2 കാരണങ്ങൾ കൊണ്ടാകാം. ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തൊരു നിയമമുണ്ട്. ഒരു സ്ത്രീ സംരക്ഷിക്കപ്പെടണം എന്നുള്ളൊരു നിയമം അല്ല എന്ന് എന്തോ ഉറപ്പിക്കാൻ പറ്റും അവരെ സംബന്ധിച്ചെടുത്ത്? നമ്മൾ നോക്കണ്ട, നമ്മുടെ നിയമമായിട്ട് കമ്പയർ ചെയ്യേണ്ട. അത് മറ്റൊരു രാജ്യമാണ്, മറ്റൊരു സംസ്കാരമാണ്, മറ്റൊരു നിയമസംഹിതയാണ്. എന്നാൽ മുസ്ലിമിനെ വെച്ച് കെട്ടാൻ വേണ്ട. അവിടെ വേറെയും മുസ്ലിം രാജ്യങ്ങളുണ്ട്, അവിടെയും മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നൊന്നും പറയാതെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ കാര്യം മാത്രം ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് പറയേണ്ട. അവർക്ക് ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ച് ജീവിച്ചോളും. ഏതായാലും പുരുഷനും ഒരു ഡ്രസ് കോഡുണ്ട്, അതിന് ചില നിറങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഡ്രസ്സിലല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ താലിബാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് ആരെയും കാണാൻ കഴിയില്ല. സ്ത്രീകളെ പൊതുവെ കാണാൻ കഴിയാത്തത് കൊണ്ട് നമുക്കത് അറിയില്ല. പക്ഷേ എങ്കിലും മാഹീൻ്റെ വീഡിയോയിലൂടെ അവിടെ നിന്നും ചില സ്ത്രീകൾ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഇതേ വസ്ത്രധാരണം തന്നെയാണ് അവിടെയും. പക്ഷേ മുഖം അവർ മറച്ചിട്ടില്ല, ബാക്കിയൊക്കെ മറച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതായത് മുഖം മറയ്ക്കാതെ ബാക്കി തലമുടി അടക്കമുള്ള മുഴുവൻ ശരീരഭാഗങ്ങളും മറച്ചുകൊണ്ട് അവിടെ ഒരു പെണ്ണിന് സഞ്ചരിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. പക്ഷെ ഒരു കണ്ടീഷൻ, അത് വിദേശിയായാലും അവിടുത്തെ പെണ്ണായാലും ഒന്നുകിൽ ഒരു ഗൈഡ് കൂടെ വേണം, അതല്ലെങ്കിൽ ഒരു പുരുഷൻ കൂടെ വേണം. ഇതാണ് അവരുടെ നിയമം. ഈ നിയമത്തിൽ എങ്ങനെയാണ് ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, പെണ്ണിന് എന്തും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ആ രാജ്യത്തെ നിയമം അനുസരിച്ചിട്ട് സഞ്ചരിക്കേണ്ടത് അത് അവരുടെ ഉത്തരവാദിത്തമല്ലേ? ഞാൻ വേറൊരു രാജ്യത്തെ പെണ്ണാണ്, ഞാൻ അമേരിക്കയിൽ മുഴുവൻ കുളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് ബെക്കിനി ഇട്ടുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്കും ഇവിടുത്തെ കുളക്കടവിലും മറ്റുള്ള സാധനങ്ങളെല്ലാം ബെക്കിനി ഇട്ടുകൊണ്ട് ചാടി കുളിക്കണം എന്നൊക്കെ വാശി പിടിക്കാൻ പറ്റില്ലെന്നേ. അതിൻ്റെ തെളിവും ഈ പറഞ്ഞ മാഹിൻ്റെ വീഡിയോയിൽ പോയി കാണാൻ പറ്റും. മാഹിനും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സായി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ മാഹിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യുവതി ഏതോ രാജ്യത്തെ യുവതിയാണ്. അത് എനിക്കറിയാമല്ലോ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പുള്ള മറ്റൊരു വീഡിയോ ഞാൻ കണ്ടത്, ഒരു നൂഡിസമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതോ ഒരു രാജ്യത്ത് അവിടെ ചെന്നപ്പോൾ സായി ഇവരൊക്കെ ആവേശത്തിലാണ് നടന്നതെന്ന് പറയുന്നത് കേട്ടു. പിന്നെ ക്യാമറ അങ്ങോട്ട് തിരിച്ചിട്ടില്ല, അവിടെ അവരുടെ പ്രൈവസിക്ക് മാനിച്ചുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിക്കുന്നില്ല എന്നൊക്കെ മാഹീനും പറയുന്നത് കേട്ടു. അവിടെ ചെന്നപ്പോൾ ഈ സായി പാൻറ്റും അങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് ഒരു ഷഡ് ഇട്ടുകൊണ്ട് നടന്നു പോകുന്ന വീഡിയോ അതേ ഇതിൽ കാണാൻ പറ്റും. പക്ഷേ ആ നടത്തം ഇവിടെ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അത് അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കട്ടെ. കാരണം അവർ ആ സംസ്കാരത്തിൽ ബെക്കിനി ഇട്ടുകൊണ്ട് കുളിക്കാൻ ഇറങ്ങുന്നവരാണവർ.
അവർക്കതിൽ നാണക്കേടും മാനക്കേടും ഒന്നുമില്ല. നമുക്ക് കാണുമ്പോഴാണ് അയ്യെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഒന്ന് ആസ്വദിച്ച് കളയാമെന്ന് തോന്നുന്നത്. ആ രോഗം നമുക്കാണ്, അവർക്കതില്ല. പക്ഷേ ആ ഒരു അസ്കിത അഫ്ഗാനിസ്ഥാൻകാർക്കില്ല. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്രസ് കോഡ് വെച്ചിട്ടുണ്ട്. അവർ ബിക്കിനി അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ ശരീരം മറയാത്ത വസ്ത്രങ്ങൾ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ രാജ്യം ചുറ്റി നടന്ന് കാണാനാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ നിയമം അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിനെ അനുവർത്തിച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ അതിനെ വിമർശിച്ചിട്ടല്ല, ഒരു കാര്യമില്ല. ആണുങ്ങൾക്ക് മുഖം മറയ്ക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാന്ന്. പെണ്ണുങ്ങൾക്ക് മുഖം മറയ്ക്കേണ്ടെന്നേ. ഈ പറഞ്ഞ സായി അതിനകത്ത് മുഖം മറച്ചിട്ടുണ്ടോ? നിങ്ങൾ പോയി നോക്ക്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വീഡിയോസ് നമുക്ക് കാണാമല്ലോ. ആണുങ്ങൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം, ഇതിനൊന്നും എനിക്ക് സാധിക്കില്ല എന്ന്. ആണുങ്ങൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം, പെണ്ണുങ്ങൾക്ക് തോന്നിയ പോലെ താമസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ സായി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് അഫ്ഗാനിസ്ഥാൻ ചുറ്റി നടന്ന് കാണണം എന്ന ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് മാഹീൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോടൊപ്പം മാഹീൻ ഒരു ഗൈഡായി അവിടെ മുഴുവൻ ചുറ്റി നടന്ന് കണ്ട് അനുഭവിച്ചു. ഈ സായി എന്ന് പറയുന്നത് അരുണിമയെ പോലെ തന്നെ ഒരു പെണ്ണ് തന്നെയല്ലേ, അല്ലേ? ആ അരുണിമയെ പോലുള്ള സായി എന്ന് പറയുന്ന പെണ്ണ് അവിടെ ചുറ്റി നടന്ന് കണ്ടു. ഒരു സ്ത്രീക്ക് സഞ്ചരിക്കണം തോന്നിയപ്പോൾ തനിക്ക് അനുയോജ്യനായിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെ ഒപ്പം കൂട്ടി ആ രാജ്യം മുഴുവൻ കണ്ടു. അതായിരുന്നു അരുണിമ ചെയ്യേണ്ടിയിരുന്നത്. അരുണിമ ഇവിടെ വരുമ്പോൾ മുഖമൊഴികെ ബാക്കി ശരീരഭാഗങ്ങളെല്ലാം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ഏതെങ്കിലും ഒരു പുരുഷൻ, അത് അഫ്ഗാനിസ്ഥാനിൻ്റെ ഗൈഡ് തന്നെ വേണമെന്നില്ല, അരുണിമേൻ്റെ സുഹൃത്ത് തന്നെ ആയാലും മതി, ആ സുഹൃത്ത് ധരിക്കുന്ന വസ്ത്രവും അഫ്ഗാനിസ്ഥാൻ സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെ ആയിരിക്കും. അത് ധരിച്ചുകൊണ്ട് അവരവിടെ കാണട്ടെ. അവരുടെ സ്ഥിരതാമസത്തിന് ഒന്നൊന്നുമല്ലല്ലോ. അത് ചുറ്റി നടന്ന് കണ്ട് അതിനുപയോഗിച്ചിട്ടങ്ങ് പോവുക, അതാണ് വേണ്ടത്. അല്ലാതെ ആ രാജ്യത്ത് കടന്നു കയറിയിട്ട് അത് കാണാൻ ചെന്നിട്ട് തങ്ങളുടെ തോന്നിയാസം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വർത്തമാനം പറയലല്ല. ഇപ്പോൾ ഇതേ പറയുന്നത് ഏകദേശം 70 കിലോമീറ്റർ ഞാൻ ബോർഡിൽ നിന്ന് യാത്ര ചെയ്തു. ഇപ്പോൾ കുണ്ടൂസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണുള്ളത്. ഇവിടെ വന്നിട്ട് ഞാൻ ആകെ 2 സ്ത്രീകളെയാണ് കണ്ടത്. അത് മുഖം പോലും മറച്ചിരിക്കുന്നു, ആരാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. എൻ്റെ കൂടെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അറിയാഞ്ഞിട്ടല്ല. ആ നാട്ടിൽ പോകുന്ന പെണ്ണുങ്ങളെ മറ്റ് രാജ്യങ്ങളെ പോലെ കാണാൻ പറ്റുമോ? ഇനി വേണ്ട. വേറെ ഏതോ ഒരു രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ നോർത്ത് കൊറിയയെ പോലെ ഉള്ള രാജ്യങ്ങൾ, വേറെ 1-2 രാജ്യങ്ങളെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതും നടക്കൂലല്ലോ. അരുണിമ ഈ പറയുന്ന നോർത്ത് കൊറിയയിലോ അതല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ ചിന്തിച്ചു പോണത്. ഒറ്റയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്യണമെന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഞാൻ അതോർത്ത് ഖേദിക്കുന്നു. സ്വാതന്ത്ര്യം എന്താണെന്നും വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്താണെന്നും ഒരു സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യം എന്താണെന്നും ഇന്ന് ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കിയെന്ന്. ഇതൊക്കെ അസംബന്ധമാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. അവരുടെ വസ്ത്ര നിയമം അനുസരിച്ചിട്ട് അവിടെ സഞ്ചരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത്. എന്തിനാണ് വലിഞ്ഞു വാരി അങ്ങോട്ട് കയറി ചെല്ലണത്? വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എങ്ങനെ വലിച്ചു വാരി ധരിക്കാനുള്ളതല്ല. അത് ഓരോ രാജ്യത്ത് അല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് അനുവദിച്ചിട്ടുള്ള വസ്ത്രധാരണം ഉണ്ട്. ഇനി വേണ്ട നമ്മുടെ കേരളത്തിലെ അവസ്ഥ നോക്ക്. പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് ഗുരുവായൂർ കയറാൻ പറ്റും? ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ് കോഡ് ഉണ്ട്. ആ ഡ്രസ് കോഡ് പാലിച്ചുകൊണ്ട് കയറണം. തീർന്നില്ല. ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവ വിശ്വാസിയായിരിക്കണം അവിടെ ചെന്ന് കയറേണ്ടത്. ഇപ്പം ഞാനൊരു മുസ്ലിമാണ്. ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചില ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ ചെണ്ട കൊട്ടി നടന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ ചെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചെണ്ട കൊട്ടാനുള്ള ഭാഗ്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല. കാരണം എനിക്കങ്ങോട്ട് പ്രവേശനമില്ല. ഞാൻ ഇനി മുണ്ടും എടുത്തു കൊടുത്ത് അതുപോലെ ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ ചെല്ലാനുള്ള അനുവദിക്കുന്ന ഡ്രസ് കോഡ് ഉണ്ടല്ലോ, ആ ഡ്രസ് കോഡ് ഇട്ടുകൊണ്ട് ചെന്ന് കഴിഞ്ഞാലും എനിക്കങ്ങോട്ട് പോകാനുള്ള അനുമതിയില്ല. ആ നിയമം പാലിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ പിടിച്ചു വലിക്കുന്നു. ഗുരുവായൂർ എനിക്ക് വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല, ബാക്കിയുള്ള ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്ഥലത്തും എനിക്ക് വസ്ത്രം ധരിക്കാം, മുണ്ടല്ല എനിക്ക് പാൻറ്റ് ധരിക്കാം, അല്ലെങ്കിൽ ട്രൗസർ ധരിക്കാം, ടീഷർട്ട് ധരിക്കാം, പക്ഷേ ഗുരുവായൂർ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിലവിളിച്ച് അങ്ങനെ ഉണ്ടാവും. ആ നിലവിളിയാണ് അരുണിമ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത് എനിക്ക് പറയാനുള്ളൂ. വന്ന ദിവസം തന്നെ തിരിച്ചു പോകണം എന്ന് എന്നെ തോന്നിപ്പിച്ച ഒരു രാജ്യമെന്ന് ഇവിടെ വിവരക്കേട് എന്നേ അരുണിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അരുണിമ മിക്കവാറും പോകുന്ന എല്ലാ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ സംസ്കാരം എന്താണ്, അവിടുത്തെ രാജ്യത്തെ നിയമം എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ ഏത് നിയമങ്ങളും നമ്മൾ പാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചിട്ടാണ് പോണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അങ്ങനെ പോകാറ്. ഒരു രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തോന്നിയതുപോലെ അങ്ങ് പോവല്ല. അവിടുത്തെ വിസാ നിയമങ്ങൾ എന്താണ്, അവിടുത്തെ പൗരത്വ നിയമങ്ങൾ എന്താണ്, എങ്ങനെയാണ് കടന്നു കയറിയിട്ട് ഓരോരുത്തർ പെരുമാറേണ്ടത്, എവിടേക്കാണ് ഫോട്ടോ എടുക്കേണ്ടത്, എവിടേക്കാണ് വീഡിയോ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് പോകണോ, ഇനി റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകണോ, ഇതൊക്കെ ഒരു രാജ്യത്തെ നിയമമല്ലേ. ആ നിയമങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ച്
മനസ്സിലാക്കിയിട്ടാണല്ലോ ആ രാജ്യത്തേക്ക് വിസ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അരുണിമ അവിടുത്തെ ഡ്രസ് കോഡിനെ കുറിച്ചും അവിടെ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും അവിടെ സഞ്ചരിക്കുന്ന രീതിയെക്കുറിച്ചും ഗൈഡിനെ കുറിച്ചും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്നതിനെക്കുറിച്ചും ഒക്കെ കൃത്യമായി പഠിച്ചിട്ടായിരിക്കുമല്ലോ പോയിട്ടുള്ളത്. അതാണ് ഉള്ളതിന് തെളിവ് അരുണിമയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. കാരണം അരുണിമ പറഞ്ഞത് കുപ്പായ എൻ്റെ കയ്യിൽ ഉണ്ട് എന്നാ, ഞാൻ ഇട്ട് വരാമെന്ന്. അതായത് അവിടെ സാധാരണ ഡ്രസ്സിൽ തുണി ഉടുക്കാതെന്ന് ഞാൻ അർത്ഥമില്ല, അങ്ങനെ കയറി അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ സഞ്ചരിക്കുന്ന പോലെ ഒരു വേഷം, ഒരു പക്ഷേ പാൻറ്റും ടീഷർട്ടും ആകാം, അതല്ലെങ്കിൽ ഒരു ക്യാപ്പും കൂടെ വെച്ചിട്ടുണ്ടാകാം. അതിൽ മുടിയൊക്കെ പറത്തിയിട്ട് അങ്ങനെ ചെന്നപ്പോൾ ഇവിടെ അത് പറ്റില്ല, മറ്റേ ഡ്രസ്സ് ഉണ്ടോയെന്ന് വെച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആദ്യമേ അത് ഇട്ടുകൊണ്ട് ചെന്നാൽ പോരെ? എൻ്റെ ചോദ്യമാണ്. ആദ്യം അത് ഇട്ടുകൊണ്ട് ചെന്നാൽ പോരെ? അനുമതി കിട്ടില്ലേ? കിട്ടും. ഒരു ഗൈഡിനെ കൂടെ കൂട്ടി അങ്ങ് പോയാൽ പോരെ? ഇനി അത് പറ്റൂല, ഇഷ്ടം പോലെ കറങ്ങി നടക്കണം. ഒരു ചെറുപ്പക്കാരനെ കൂടെ ഒന്ന് കൂടെ കൂട്ടാത്ത എന്ത്? സായി കൂട്ടിയതുപോലെ, സായി മാഹിനെ കൂട്ടിയതുപോലെ ഒരാളെ കൂടെ കൂട്ടി പോയിരുന്നെങ്കിൽ അവർക്ക് ഹിച്ചേക്ക് ചെയ്ത് പോകാം, എങ്ങനെ പോകാം, എല്ലാ സ്ഥലത്തും കാണാം, കണ്ട് അവർക്ക് സുഖമായിട്ട് തിരിച്ചു പോരാമായിരുന്നല്ലോ. അത് ചെയ്യാതെ ഒരു രാജ്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച ശേഷം ഞാൻ അങ്ങനെ പോകില്ല, എനിക്ക് തോന്നിയതുപോലെ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് തോന്നിയാസം കാണിക്കാൻ വേണ്ടി കയറി ചെന്നിട്ട്, ആ രാജ്യത്തെ സംബന്ധിച്ചാണ് തോന്നിയാസം, അവിടെ അത് കാണിക്കാൻ വേണ്ടി ചെന്ന് കയറിയിട്ട് ആ രാജ്യത്തെ നിയമം അനുസരിക്കാൻ പറഞ്ഞതിന് ആ രാജ്യത്തെ കുറ്റം പറയുന്നത് കൊണ്ടോ ഈ ലോകത്തെ സകല മുസ്ലിങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ളവരെ വിശ്വാസികളെക്കുറിച്ചും കുറ്റം പറഞ്ഞുകൊണ്ടോ കാര്യമൊന്നുമില്ല. പിന്നെ മുസ്ലിങ്ങളെ നെഞ്ചത്തേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ സുഖമാണ്. അഫ്ഗാനിസ്ഥാനിൽ താമസിക്കുന്ന സ്ത്രീകളെക്കുറിച്ചും ഉള്ള അല്ലെങ്കിൽ അവിടെയുള്ളവർക്കില്ലാത്ത വേവലാതി അരുണിമയ്ക്ക് വേണ്ടെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.